പിള്ളേർ അപകടത്തിൽപ്പെട്ട് നമ്മൾ എടുക്കാൻ പോകുമ്പോൾ ഒരു ഫീലിംഗ് ഉണ്ട്. കാരണം നമ്മൾ ഇത്രയും വളർത്തി വലുതാക്കി ആൾക്കാർ അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികൾ വെള്ളത്തിൽ വീണ് അപകടത്തിൽപ്പെട്ട് നമ്മൾ എടുക്കാൻ പോകുമ്പോൾ ഒരു ഭയങ്കര ഒരു അന്തരീക്ഷം ഉണ്ടാകും. അത് പെട്ടെന്ന് ജീവനോടെ എടുക്കണം എന്നുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത്. അതൊരു കാരണവശാൽ നമുക്ക് കിട്ടാതെ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. ഹായ്, നമ്മുടെ കയ്യിൽ കണ്ടോ ഒരു പെരുമാൻ്റെ കൊച്ചാണ്, ചെറിയ കുഞ്ഞാണ്, അധികം വലുപ്പവും കാര്യങ്ങളൊന്നുമില്ല. എന്നാലും ഇതിനെ സേഫായിട്ട് ഒരു ബോക്സിനുള്ളിൽ അടച്ചു വെച്ചിരിക്കട്ടോ. അപ്പോൾ ഇത് എവിടെന്ന് വെച്ചാൽ നമ്മൾ പാമ്പുകൊടുത്തത്തിന് വേണ്ടി ഇറങ്ങിയതല്ല, ഞങ്ങൾ യാത്രയിൽ തന്നെയാണ്, സൈക്കിൾ യാത്രയിൽ തന്നെയാണ്, കാശ്മീർ യാത്രയിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ കോട്ടയം ജില്ലയിലെ ഈരാജപേട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു 4 ദിവസമായി. അപ്പോൾ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ടീം എമർജൻസി കേരള എന്ന് പറഞ്ഞിട്ട് വലിയൊരു ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവർ റെസ്ക്യൂ ടീമാണ്. ശരിക്ക് ഇതേപോലെ പാമ്പിനെ ആണെങ്കിലും മനുഷ്യനെ ആണെങ്കിലും ബോഡി ആണെങ്കിലും റെസ്ക്യൂ ആണ് ഇവര് മിഷൻ. കേരളത്തിൽ ഒത്തിരി ബ്രാഞ്ചുകൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം എത്ര തുടങ്ങി? 2 വർഷമായിട്ട് രജിസ്ട്രേഷൻ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഒത്തിരി വർഷം മുമ്പ് തുടങ്ങിയതാണിത്. അപ്പോൾ എന്നാലും നമുക്ക് ഈ ടീമിൽ ഒന്ന് ശരിക്കും ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം, ഇവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. പിന്നെ ഇത് ജനങ്ങൾക്ക് ശരിക്കും ഒരു ബോധവൽക്കരണം കൂടിയാണ് നമ്മുടെ ഈ ഒരു കുഞ്ഞൊരു വീഡിയോ. അപ്പോൾ ഈ ഇരിക്കുന്ന എല്ലാ മെമ്പേഴ്സിനും ഏകദേശം 200 മെമ്പേഴ്സ് ഇതിനകത്തുണ്ട്. ഇപ്പോൾ കുറച്ച് പേരെ ഇതിനകത്തേക്ക് എത്തിയിട്ടുള്ളൂ. ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന, ഓരോ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. ഏതാണ്ട് 2 വർഷങ്ങൾക്ക് മുൻപ് ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ഭിന്നശേഷിക്കാരായ 5 കുടുംബാംഗങ്ങൾക്ക് വീട് ലഭ്യമാക്കുക എന്നുള്ള സദുദ്ദേശത്തോടും ദീർഘവീക്ഷണത്തോടും കൂടി വയനാട് ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും ജനിച്ചു വളർന്ന 2 ചെറുപ്പക്കാർ ചേർന്ന് അവരുടെ ഉള്ളിലുദിച്ച ആശയത്തിൻ്റെ പരിണിതഫലമായി കുറഞ്ഞത് 1 രൂപയെങ്കിലും മുടക്കുക എന്നുള്ള ഒരാശയത്തോടു കൂടി പ്രയാണം ആരംഭിച്ച ഈ ജൈത്രയാത്ര ഇന്ന് കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ടയിൽ പൂഞ്ഞാർ നിയമസഭാ നിയോജക മണ്ഡലത്തിൻ്റെ പ്രദേശമായ അക്ഷരനഗരിയായ കോട്ടയം ജില്ലയിലെ സാക്ഷര സമ്പുഷ്ടമായ കേരള സംസ്ഥാനത്തെ കോട്ടയം ജില്ലയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈരാറ്റുപേട്ട കേന്ദ്രീകരിച്ച് ടീം എമർജൻസി എന്ന നാമധേയത്തിൽ കേരളത്തിൻ്റെ അകത്തും പുറത്തും കേരളത്തിലെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കരുത്തുറ്റ ജീവനുള്ള ഒരു വലിയ സംഘടനയാണ് ടീം എമർജൻസി കേരള. ആ ടീം എമർജൻസി കേരളയുടെ നാമധേയത്തിൽ നിങ്ങളുടെ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങളെ ഞങ്ങൾ പ്രത്യേകമായി അഭിനന്ദിക്കുകയും നാളുകളിലും വരും കാലഘട്ടങ്ങളിലും പരമകാരുണ്യവാനായി ദൈവം തമ്പുരാൻ്റെ വലിയ കൃപാകടാക്ഷം നിങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സമസ്ത മേഖലകളിലുമുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. വെള്ളത്തിൽ മുങ്ങിപ്പോയി മരണപ്പെട്ടു പോയ 100-നടുത്ത് ഏതാണ്ട് 96ഓളം പേരുടെ ഡെഡ് ബോഡി വീണ്ടെടുത്ത സന്ദർഭങ്ങൾ നാളിതുവരെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരാളുടെയും ഡെഡ് ബോഡി വീണ്ടെടുക്കാൻ പോകരുതേ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കാരണം ആരും അങ്ങനെ മരണപ്പെട്ടു പോകുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഒട്ടും താല്പര്യമുള്ളതല്ല, ആർക്കും അത് ഭൂഷണവുമല്ല, താല്പര്യവുമല്ല. പെട്ട ആളുകളൊക്കെ ബഹുഭൂരിപക്ഷം ആളുകളും എന്തെങ്കിലുമൊക്കെ തൊഴിൽ ചെയ്യുന്ന ആളുകളാണ്.
രാവിലെ മുതൽ പിന്നെ നീന്തൽ പരിശീലനം അടക്കമുള്ള കാര്യങ്ങളിൽ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. സൗജന്യമായ നീന്തൽ പരിശീലനം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളുകൾ മരണപ്പെട്ടു പോകുന്നത് നീന്തൽ അറിയത്തില്ലാതെ. അപ്പം നീന്തൽ ഇതുപോലെ. പിന്നെ ഞങ്ങൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും ആരും അനുകരിക്കരുതെന്ന് പറയും. പട്ടിയെ പിടിക്കാനാണെങ്കിലും പാമ്പിനെ പിടിക്കാനാണെങ്കിലും തേനീച്ചയെ പിടിക്കാനാണെങ്കിലും വെള്ളത്തിൽ ചാടാനാണെങ്കിലും ആരും അനുകരിക്കും. പിള്ളേർ അപകടത്തിൽപ്പെട്ട് നമ്മൾ എടുക്കാൻ പോകുമ്പോൾ ആ ഒരു ഫീലിംഗ് ഉണ്ട്. കാരണം നമ്മൾ ഇത്രയും വളർത്തി വലുതാക്കി ആൾക്കാർ അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികൾ വെള്ളത്തിൽ വീണ് അപകടത്തിൽപ്പെടുമ്പോൾ നമ്മൾ എടുക്കാൻ പോകുമ്പോൾ ഒരു ഭയങ്കര ഒരു അന്തരീക്ഷമാണത്. അത് പെട്ടെന്ന് ജീവനോടെ എടുക്കണം എന്നുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത്. അതൊരു കാരണവശാലും നമുക്ക് കിട്ടാതെ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ അടുത്ത് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കഴിയുമ്പോൾ ആ ഡോക്ടർമാരും നഴ്സന്മാരും നമ്മളുടെ പറയും നിങ്ങളുടെ കയ്യിൽ നിന്ന് പിടിവിട്ട് പോയി വരുമ്പോൾ നമ്മുടെ ചങ്കം വെതറിപ്പോകും. കാരണം ഞങ്ങൾ ആ ഓടി എടുത്തുകൊണ്ട് ഓടുന്ന ആ സമയത്ത് കൊച്ചിന് ജീവൻ കാണും. ആ ഓടി പോകുന്ന വഴിക്ക് വണ്ടികളും ട്രാഫിക്കുകളും ബ്ലോക്കാകുന്ന സിറ്റുവേഷൻ ഉണ്ടാകാറുണ്ട്. ആ സിറ്റുവേഷൻ ദൈവത്തിന് ഓർത്ത് എല്ലാവരും ഒരു അപകടം നടക്കുന്നിടത്തോട്ട് പോലും ഒരാൾ വണ്ടിയായിട്ട് ഓടി വരരുത്. വാഹനങ്ങൾ മാറ്റി പാർക്ക് ചെയ്തിട്ട് വേണം അതുകൂടെ സ്ഥലത്തോട്ട് വരാൻ. പോലീസിലും ഫയർഫോഴ്സിലും ഈ റെസ്ക്യൂ ടീമുകൾക്കും ജനങ്ങൾക്ക് ഉപകാരമായിട്ട് വേണം നിൽക്കാനെന്ന് താഴ്മയായി